നാളെ വിഷുവാണ്. സംസ്ഥാനത്ത് വിഷു വിപണി സജീവം. കണി ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് ജനം. പടക്ക വിപണിയും സജീവമാണ്. വിഷുവിന്റെ അവസാനവട്ട ഒരുക്കങ്ങളുടെ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. സജോ ദേവസ്യയുണ്ട് കണ്ണൂരിൽ നിന്ന്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും. ആദ്യം സജോയിലേക്കാണ്. സജോ, ഈ ഓരോ വടക്കേ ഭാഗത്തേക്ക് നോക്കിയാൽ വിഷു ആഘോഷങ്ങൾ ഒരു രീതിയിലാണെങ്കിൽ തെക്കോട്ടെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ്. കണ്ണൂരിൽ നിന്നുള്ള ആ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്മിത, ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു നേരുകയാണ്. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ വിഷു ചന്തയിലാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് വേഗത്തിൽ പോയാൽ തന്നെ കാണാം, ഒരു ചെറു പൂരത്തിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ലഭിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതായത് പച്ചക്കറി മുതൽ കണിയൊരുക്കാനുള്ള സാധനങ്ങൾ മുതൽ വസ്ത്രങ്ങളും വരെ കിട്ടും. ഇവിടെ നമുക്ക് കാണാം ഈ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ. ഇത് കണിയൊരുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ, കൃഷ്ണ വിഗ്രഹമൊക്കെ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? പുതിയ ഉടുപ്പ് വാങ്ങിച്ചാ? വാങ്ങിച്ചാ? വിഷു ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി? വാങ്ങിച്ച സാധനങ്ങൾ? വാങ്ങിച്ചു. സന്തോഷം, എല്ലാം വാങ്ങിച്ചു. ഇവിടെ ധാരാളം ആളുകൾ ഇങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിഷു മലയാളികൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷം എത്രത്തോളം ആളുകൾ പരമാവധി എല്ലാ തരത്തിലും കഴിയുന്നത് പോലെ കുറവുകൾ വരുത്താതെ ആഘോഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആളുകൾ എത്രത്തോളം മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്, വിപണിയിലേക്ക് എത്തുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ് ഇവിടെ. എല്ലാ സാധനങ്ങളും ലഭിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വന്നത് കണിയൊരുക്കാനുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് മേടിക്കണം. അതുകൂടെ മറ്റ് വസ്ത്രങ്ങളാണെങ്കിൽ മേടിക്കണം, അതുപോലെയുള്ള സാധന സാമഗ്രികളൊക്കെ മേടിക്കണം. അതിനുവേണ്ടിയുള്ള ആളുകളുടെ വലിയ ഒരു തിരക്ക് നമുക്കിവിടെ മൊത്തം കാണാം. ഈ മേഖല മുഴുവൻ വലിയ തോതിൽ ആളുകൾ നിറഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൂരത്തിനുള്ള ആളുണ്ട് ഇവിടങ്ങളിലൊക്കെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അവരൊക്കെ പറയുന്നതാണ്. വിഷുവിൻ്റെ അതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഈ തിരക്കിലേക്കൊക്കെ ഒന്ന് പോയാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതൊക്കെ വിഷുവിന്റെ ഭാഗമായി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ ആളുകളാണ് ഇവിടെ. അത്രയധികം മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാലേ ഈ വിഷുവായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ എല്ലാവരും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു പൂരത്തിനുള്ള തിരക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഹാപ്പി വിഷു സജോയ്ക്കും നമ്മുടെ മറ്റ് ടീം അംഗങ്ങൾക്കും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ. നമ്മളിനി ഷഫീദ് റാവുത്തറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കണ്ണൂരിലെ കാഴ്ചകൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരത്ത് അതേ ഓളം തന്നെയാണോ? സ്മിത, നമ്മൾ കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമായ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മുൻ വർഷങ്ങളെ അത്രത്തോളം തിരക്കില്ല. കാരണം നമുക്കറിയാം, വലിയ വേനൽ, അതിന് പിന്നാലെ വന്ന വേനൽ മഴ ഇതടക്കം ഇതിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ പ്രതീക്ഷയോടെ കൊന്നപ്പൂ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സജീവമായ അത്തരം വിഷു വിപണികൾ അത് സജീവമായി കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കണിക്കൊന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ചേട്ടാ, ഇത്തവണ എങ്ങനെയുണ്ട് വിഷു? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ വളരെ കുറവാണ്. ഈ മഴയൊക്കെ ആയതുകൊണ്ടാണോ? മഴ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ പൊതുവെ കച്ചവടം കുറവാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ കണ്ണൂരിലെ പോലെയല്ല, ഇവിടെ കച്ചവടത്തിന് കുറച്ച് കുറവുണ്ട്. കാരണം ചാലയിലടക്കം അതുമായി ബന്ധപ്പെട്ട് തിരക്കിന് അല്പം കുറവുണ്ട്. ഏതായാലും തൊട്ടപ്പുറത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ കണിക്കൊന്ന ഈ വേനൽമഴ പലയിടത്തും പൂക്കൾ കൊഴിച്ചതിനാൽ ആ കുറവ് തീർക്കാൻ പ്ലാസ്റ്റിക് പൂ അടക്കം ഇപ്പോൾ ഈ വിപണിയിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 3 വിപണികളാണുള്ളത്. ചാല, പാളയം, കിഴക്കേക്കോട്ട. ഇവിടങ്ങളിലൊക്കെ അല്പസമയം മുൻപ് മുതൽ വലിയ തരത്തിലുള്ള തിരക്കുകൾ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ ഒരു വിഷുവിന് വേണ്ട മഞ്ചാടിക്കുരു അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മറ്റു കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിളക്ക്, ഓട്ടുരുളി, കൃഷ്ണവിഗ്രഹം, നെല്ല്, ഉണക്കലരി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. കണിവെള്ളരി അടക്കം തൊട്ടപ്പുറത്തെ ഭാഗത്തുണ്ട്. അങ്ങനെ പലതരത്തിലും നമുക്ക് ഈ മറ്റ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മയിൽപ്പീലിയും അതേപോലെ തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ വിൽക്കുന്ന ഒരാളാണ്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ കച്ചവടം? വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ബാധിച്ചോ? ഇല്ല, കുഴപ്പമില്ല. ആളുകൾ വരുന്നുണ്ട്. ഇപ്പം വൈകിട്ടായപ്പോൾ വന്നു തുടങ്ങിയില്ലേ? തുടങ്ങി. അങ്ങനെയാണ് പൊതുവെ ഈ ചാലയിൽ നിന്നുള്ളൊരു വിവരം നമുക്ക് പറയാൻ കഴിയുക. അതേസമയം തൊട്ടപ്പുറത്ത് ഈ പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട്. അവിടെ ഈ കണിവെള്ളരിക്കടക്കം വലിയ തരത്തിലുള്ള തിരക്ക് അത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ കണിവെള്ളരി എത്തുന്നതെങ്കിലും ഇത്തവണ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നടക്കം പലതരത്തിലുള്ള സംഘങ്ങൾ ചേർന്നുകൊണ്ട് കർഷകർ ഈ ചാല മാർക്കറ്റിലേക്ക് അടക്കം കണിവെള്ളരി കൊണ്ടുവരുന്ന ഒരു സാഹചര്യവുമുണ്ട്. കേരളത്തിന്റെ തെക്കും വടക്കുമുള്ള ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ്. വിഷുവിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു. ചിലയിടത്ത് വലിയ തിരക്കാണെങ്കിൽ ചിലയിടത്ത് അത് അത്ര ചൂട് പിടിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശേഷങ്ങൾ ഉണ്ടാവും. അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യും.